വാർത്തയിലേക്ക് കൂടി സിദ്ധാർത്ഥിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് CBIക്ക് രേഖകൾ സർക്കാർ അയച്ചത് CBI അന്വേഷണം പ്രഖ്യാപിച്ച ശേഷമെന്ന് ആണ് വിവരം. സിദ്ധാർത്ഥിൻ്റെ മരണത്തിൽ സർക്കാർ രേഖകൾ കൈമാറിയത് CBIയുടെ കത്ത് ലഭിച്ച ശേഷം മാത്രമാണ്. ഇതിൻ്റെ വിവരങ്ങളുമായി ലോറൻസ് ചേരുന്നു. ലോറൻസ്, എന്തൊക്കെയാണ് ഇതിൽ കേരള വിഷന് ലഭിച്ച തെളിവുകളുടെ അടിസ്ഥാനത്തിൽ? അജിം ഷാദി, പൂക്കോട് വെറ്റിനറി സർവകലാശാല വിദ്യാർത്ഥിയായിരുന്ന സിദ്ധാർത്ഥൻ്റെ മരണത്തിൽ CBI അതൊരു വലിയ വിവാദമായിരുന്നു. സംസ്ഥാനത്ത് ഇപ്പോഴും അത് വിവാദമായി പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിൽ CBI അന്വേഷണം സംബന്ധിച്ച് സർക്കാർ മനഃപൂർവ്വം വൈകിച്ചു, അല്ലെങ്കിൽ സർക്കാർ അക്കാര്യത്തിൽ ഒരു ഉപേക്ഷ, സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു അലംഭാവം ഉണ്ടായി എന്നുള്ള രീതിയിലുള്ള പ്രതിപക്ഷത്തിൻ്റെയും അതുപോലെ അത് സിദ്ധാർത്ഥൻ്റെ കുടുംബത്തിൻ്റെയും ആക്ഷേപങ്ങളും ഒക്കെ നിലനിൽക്കെ തന്നെയാണ് ഇപ്പോൾ ഈ പുതിയൊരു കത്ത് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അതായത് തിരുവനന്തപുരം CBI യൂണിറ്റ് സംസ്ഥാന സർക്കാരിന് കൈമാറിയ ഒരു കത്തിൻ്റെ പകർപ്പാണ് ഇപ്പോൾ നമ്മൾ ഈ കാണിക്കുന്നത്. അതായത് ഈ CBI അന്വേഷണം, അതായത് സംസ്ഥാന സർക്കാർ സിദ്ധാർത്ഥൻ്റെ മരണത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് സിദ്ധാർത്ഥൻ്റെ പിതാവ് 9-ാം തീയതി, കഴിഞ്ഞ മാർച്ച് 9-ാം തീയതി മുഖ്യമന്ത്രിയെ കണ്ടു. മുഖ്യമന്ത്രി ഈ പിതാവിൻ്റെ കത്ത് കിട്ടി അപ്പോൾ തന്നെ സിദ്ധാർത്ഥൻ്റെ കുടുംബത്തിൻ്റെ ആവശ്യം പരിഗണിച്ച് അപ്പോൾ തന്നെ CBI അന്വേഷണത്തിന് നിർദ്ദേശിച്ചു. CBI അന്വേഷണത്തിനുള്ള വിജ്ഞാപനം അന്നേ ദിവസം തന്നെ ഇറക്കിയതായിട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസ് വാർത്താക്കുറിപ്പ് ഇറക്കുകയും ചെയ്തു. പക്ഷേ അതിനുശേഷം ഒരു ഇഴച്ചിൽ ഉണ്ടായി, അന്വേഷണത്തിൽ ഒരു ഇഴച്ചിൽ ഉണ്ടായി എന്നൊരു ആക്ഷേപമാണ് നിന്ന് പ്രതിപക്ഷ ഈ വിഷയം വലിയ വിഷയമായി ഏറ്റെടുക്കുകയും അതേ തുടർന്ന് ഈ വിഷയത്തിൽ 2-3 ഉദ്യോഗസ്ഥർക്ക് നടപടി നേരിടുകയും ഒക്കെ ചെയ്യേണ്ടതായ ഒരു സാഹചര്യം സംസ്ഥാനത്തുണ്ടായി. ഇപ്പോൾ അതിൻ്റെ ഒരു പുതിയ വിവരങ്ങൾ നമുക്ക് ലഭ്യമായിരിക്കുന്നത് CBI, അതായത് ഈ സിദ്ധാർത്ഥൻ്റെ മരണത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള വിജ്ഞാപനം വന്നതിന് ശേഷം അതിൻ്റെ തുടർ നടപടികളുടെ ഭാഗമായി രേഖകൾ കൈമാറണം എന്നാവശ്യപ്പെട്ട് സർക്കാരിന് കത്ത് കൈമാറി എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. CBIയുടെ തിരുവനന്തപുരം യൂണിറ്റ് മാർച്ച് 26-ന് സർക്കാരിന് ഒരു കത്ത് കൈമാറി. അതായത് ലോറൻസ്, ഈ CBI അന്വേഷണത്തിന് ഇനിഷ്യേറ്റീവ് എടുത്തു എന്ന് പറയുന്ന സർക്കാർ തന്നെ ഇതിന് രേഖകൾ കൃത്യമായി കൈമാറിയിട്ടില്ല. CBIയുടെ കത്തയച്ച ശേഷമാണ് രേഖകൾ കൈമാറിയത്. ആ CBIയുടെ കത്താണ് ഇപ്പോൾ കേരള വിഷൻ പുറത്തുവിടുന്നത്, അല്ലേ? ഇന്നലെ സിദ്ധാർത്ഥിന്റെ അച്ഛനും ഇതിന് സമാനമായ രീതിയിൽ പ്രതികരിച്ചിരുന്നു. CBI അന്വേഷണത്തോട് സർക്കാർ സഹകരിക്കുന്നില്ല എന്ന്. അതാണോ ഇവിടെ സാധൂകരിക്കുന്നത്? അല്ല, അങ്ങനെ CBI അന്വേഷണത്തിൽ സർക്കാർ സഹകരിക്കുന്നില്ല എന്ന ഒരു ആരോപണം സിദ്ധാർത്ഥൻ്റെ പിതാവ് ഉന്നയിച്ചിരുന്നു. അന്വേഷണം വൈകുന്നു, താൻ പലരെയും കാണേണ്ടി വരും, താൻ ഇനിയും വീണ്ടും കോടതിയിലേക്ക് പോകേണ്ടി വരുമോ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള രീതിയിൽ തനിക്ക് സർക്കാരിൽ വിശ്വാസമില്ല എന്നുള്ള രീതിയിലുള്ള ചില ആക്ഷേപങ്ങൾ ഒക്കെ അദ്ദേഹം പറയുകയുണ്ടായി. ഗവർണറെ കാണും എന്നൊക്കെ, ഗവർണറെ കണ്ടു, ഗവർണറെ കാണും, വീണ്ടും കാണും, അല്ലെങ്കിൽ ചിലപ്പോൾ കോടതിയെ സമീപിക്കേണ്ടി വരും എന്നുള്ള രീതിയിലുള്ള ആക്ഷേപങ്ങളൊക്കെ അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട്. ഇപ്പോൾ ചിലപ്പോൾ ഈ അദ്ദേഹത്തിൻ്റെ ഈ ആരോപണങ്ങളെയൊക്കെ സാധൂകരിക്കുന്ന തരത്തിലും ഉള്ള ഒരു കത്താണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതായത് CBI അന്വേഷണത്തിൽ സർക്കാർ വിജ്ഞാപനം പുറത്തിറക്കി. മാർച്ച് 9-നാണ് വിജ്ഞാപനം പുറത്തിറക്കിയത്. ആ വിജ്ഞാപനം അന്ന് തന്നെ CBIക്ക് കൈമാറിയിരുന്നു. പക്ഷേ ആ CBIക്ക് ആ കത്ത് അതിൻ്റെ വെബ് കോപ്പിയാണ് ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. ഇതിൻ്റെ അനുബന്ധ രേഖകൾ കൂടുതൽ വ്യക്തത വരുത്തേണ്ടത്, കൂടുതൽ രേഖകൾ ആവശ്യമുണ്ട്. ഈ രേഖകൾ നിങ്ങൾ കൈമാറിയിട്ടുണ്ടോ? അതായത് CBI അന്വേഷണത്തിന് ഒരു പ്രത്യേകിച്ച് പറഞ്ഞത് CBI അന്വേഷണത്തിൻ്റെ ഭാഗമായ ഒരു നടപടിക്രമമുള്ളത്. സാധാരണ CBI അന്വേഷണത്തിന് സംസ്ഥാന സർക്കാരോ കോടതിയോ നിർദ്ദേശിച്ച് അതിൻ്റെ അടിസ്ഥാനത്തിൽ കോടതി നിർദ്ദേശിക്കുകയോ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരോ തീരുമാനമെടുത്തു കഴിഞ്ഞാൽ അതൊരു വിജ്ഞാപനം ഇറക്കണം. ഈ വിജ്ഞാപനത്തിൻ്റെ കോപ്പി നമ്മുടെ രാജ്യത്ത് CBI അന്വേഷണം ഏറ്റെടുക്കുന്ന ഒരു നടപടിക്രമമുണ്ട്. അത് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിലുള്ള ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ കീഴിലുള്ള പേഴ്സണൽ മന്ത്രാലയ സെക്രട്ടറിക്ക് ഈ വിജ്ഞാപനത്തിൻ്റെ പകർപ്പും അതുപോലെ പ്രൊഫോമ ഉൾപ്പെടെയുള്ള രേഖകളും സംസ്ഥാന സർക്കാർ കൈമാറേണ്ടതുണ്ട്, അല്ലെങ്കിൽ പോലീസ് കൈമാറേണ്ടതുണ്ട്, അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പ് കൈമാറേണ്ടതുണ്ട്. ഇത് ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല, ഇത് ഞങ്ങൾക്ക് കൈമാറണം. ഇത് കൈമാറിയോ? അതായത് കേന്ദ്ര പേഴ്സണൽ മന്ത്രാലയത്തിൻ്റെ സെക്രട്ടറിക്ക് നിങ്ങൾ ഈ രേഖകൾ കൈമാറിയോ? ഈ വിജ്ഞാപനവും അതോടൊപ്പം പെർഫോമ അടക്കമുള്ള രേഖകൾ നിങ്ങൾ കൈമാറിയിട്ടുണ്ടോ? അങ്ങനെ കൈമാറിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ രേഖകൾ ഞങ്ങൾക്ക് തിരുവനന്തപുരം യൂണിറ്റിന് കൈമാറണം എന്നുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ 4 കാര്യങ്ങളാണ് CBI ഈ കത്തിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ കത്തിൽ പറയുന്നതിൻ്റെ പ്രധാന സാരാംശം എന്ന് പറയുന്നത്, ഒരുപക്ഷെ ഇപ്പോൾ സർക്കാർ കൈമാറിയ രേഖകൾ തൃപ്തികരമല്ല, അല്ലെങ്കിൽ സർക്കാർ കൈമാറിയ രേഖകളിൽ സമഗ്രതയില്ല എന്ന പരിഭവമാണ് CBIയുടെ ഈ കത്തിൽ നിന്നും വായിച്ചെടുക്കേണ്ടത്, ആണോ? അതായത് മാർച്ച് 26-ന് CBIയുടെ തിരുവനന്തപുരം യൂണിറ്റ് ആഭ്യന്തര അഡീഷണൽ ചീഫ് സെക്രട്ടറി കൈമാറിയ കത്തിൽ അങ്ങനെ ഒരു സൂചനയാണുള്ളത്. അതായത് ഞങ്ങൾക്ക് മതിയായ രേഖകൾ കിട്ടിയിട്ടില്ല, അന്വേഷണത്തിന് CBI ഡയറക്ടർക്ക് ഉത്തരവിടണമെങ്കിൽ ചില തുടർ നടപടികൾ എടുക്കേണ്ടതുണ്ട്. അതിൻ്റെ ഭാഗമായി വിജ്ഞാപനവും അതിൻ്റെ ഭാഗമായിട്ടുള്ള രേഖകളും, അതായത് FIRൻ്റെ ഈ പെർഫോമ എന്ന് നമ്മളൊക്കെ പത്രങ്ങളിൽ വായിക്കുന്ന ഒരു ഇംഗ്ലീഷ് വാക്കുണ്ട്. അതിൻ്റെ ഒരു സംക്ഷിപ്ത രൂപം എന്ന് നമ്മൾ മലയാളത്തിലേക്ക് ആക്കി കഴിഞ്ഞാൽ അതിൽ എന്തൊക്കെയാണ് അതിനകത്ത് വേണ്ടത്. പ്രൊഫോമയിൽ
അതിൽ വേണ്ട കാര്യങ്ങൾ ഒന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്, മറ്റൊന്ന് FIRൻ്റെ രേഖകൾ, FIRൻ്റെ മലയാളം കോപ്പി, അതോടൊപ്പം തന്നെ അതിൻ്റെ ഇംഗ്ലീഷ് പകർപ്പ്, അതോടൊപ്പം തന്നെ ഈ അന്വേഷണത്തിൻ്റെ നാൾ വഴികൾ, അതായത് DG രജിസ്റ്റർ, GD രജിസ്റ്റർ എന്ന് പറയുന്ന ഒരു രജിസ്റ്ററുണ്ട്, അത് ഉൾപ്പെടെയുള്ള കാര്യം പോലീസ് സ്റ്റേഷനിലുള്ള രജിസ്റ്ററുണ്ട്, അതിൽ ഉൾപ്പെടെ അന്വേഷണ നാൾ വഴികൾ അതിനകത്താണ് ഉണ്ടാവുക. ഇത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പ്രൊഫോമ എന്നുള്ള രൂപത്തിലുള്ള ആ ഫയൽ രേഖകളും അതോടൊപ്പം തന്നെ വിജ്ഞാപനത്തിൻ്റെ പകർപ്പും വിജ്ഞാപനത്തിൻ്റെ ഒറിജിനൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കേന്ദ്ര പേഴ്സണൽ മന്ത്രാലയത്തിന് കൈമാറണം. ഈ രേഖകൾ പരിശോധിച്ചതിന് ശേഷമായിരിക്കും CBIയുടെ യൂണിറ്റ് ആണെങ്കിൽ അവർ നടത്തുന്ന പ്രാഥമിക അന്വേഷണത്തിൻ്റെ രേഖകളും കൂടി പരിശോധിച്ചതിന് ശേഷമായിരിക്കും CBI ഡയറക്ടർ എല്ലാ കേസുകളിലും CBI ഡയറക്ടർ അന്വേഷണത്തിന് ഉത്തരവിടുക. അത് ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല, ഇത് നിങ്ങൾ അയച്ചിട്ടുണ്ടോ, കേന്ദ്ര ആഭ്യന്തര സ്പെഷ്യൽ പേഴ്സണൽ മന്ത്രാലയത്തിന് നിങ്ങൾ അയച്ചിട്ടുണ്ടോ, പേഴ്സണൽ മന്ത്രാലയ സെക്രട്ടറിക്ക് നിങ്ങൾ അയച്ചിട്ടുണ്ടോ, അങ്ങനെ അയച്ചിട്ടുണ്ടെങ്കിൽ ആ രേഖകളുടെ പകർപ്പ് ഞങ്ങൾക്കും തരണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു കത്താണ് ഈ CBIയുടെ തിരുവനന്തപുരം യൂണിറ്റ് കഴിഞ്ഞ മാസം 26 തീയതി സംസ്ഥാന സർക്കാരിന് കൈമാറിയത്. അപ്പോൾ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം 9-നായിരുന്നു വിജ്ഞാപനം ഇറങ്ങിയത്, 16-ന് കൃത്യം ഒരാഴ്ച 9, 7, 16 ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് ആഭ്യന്തര അഡീഷണൽ ചീഫ് സെക്രട്ടറി ഈ കാര്യത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് തിരുവനന്തപുരം യൂണിറ്റിന് കത്തയക്കുന്നത്. അപ്പോൾ ഒരാഴ്ച അവിടെ ഒരു സാവകാശം ഉണ്ടായി, അല്ലെങ്കിൽ ഒരു കാലതാമസം ഉണ്ടായി. പക്ഷേ ഈ ഒരാഴ്ചയ്ക്ക് അതായത് ഈ 16-ന് കത്ത് CBIയുടെ തിരുവനന്തപുരം യൂണിറ്റിന് ഇതിൻ്റെ വെബ് കോപ്പി, വിജ്ഞാപനത്തിൻ്റെ വെബ് കോപ്പിയാണ് കിട്ടിയത്, മറ്റ് രേഖകൾ കിട്ടിയിരുന്നില്ല, ഹാർഡ് കോപ്പികളൊന്നും തന്നെ കിട്ടിയിരുന്നില്ല എന്നാണ് CBI ഇപ്പോൾ തിരുവനന്തപുരം യൂണിറ്റ് സർക്കാരിന് 26-ന് അറിയിച്ചത്. അതിന് തൊട്ട് പിന്നാലെ അന്ന് തന്നെ ആഭ്യന്തര മന്ത്രാലയത്തിലെ സ്പെഷ്യൽ വിങ്ങിലെ ഉദ്യോഗസ്ഥനെ ഒരു ശ്രീകാന്ത്, സ്പെഷ്യൽ ഉദ്യോഗസ്ഥൻ DYSP ശ്രീകാന്തിനെ ഈ എല്ലാ രേഖകളും സഹിതം പ്രത്യേക വൈകുന്നേരത്തെ ഫ്ലൈറ്റിന് ഡൽഹിക്ക് അയച്ച് 27-ന് ഈ രേഖകൾ CBI ആസ്ഥാനത്ത് എത്തിച്ചതായിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇതിലൊരു കാലതാമസം ഉണ്ടായി എന്നുള്ള ഈ ആക്ഷേപത്തെ ശരിവെക്കുന്ന വിധത്തിലുള്ള ഒരു നടപടിക്രമമാണ് CBIയുടെ ഭാഗത്തു നിന്നുണ്ടായത്. നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ രേഖകൾ കൈമാറാത്തത്, പേഴ്സണൽ മന്ത്രാലയത്തിൽ നിങ്ങൾ രേഖകൾ കൈമാറിയോ എങ്കിൽ അതും 10 ദിവസം കഴിഞ്ഞിട്ടാണ് അവർ കത്തയക്കുന്നത്. 16-നാണ് സംസ്ഥാന സർക്കാർ ആഭ്യന്തര അഡീഷണൽ ചീഫ് സെക്രട്ടറി തിരുവനന്തപുരം യൂണിറ്റിന് കത്ത് നൽകുന്നത്. അതും കഴിഞ്ഞ് 10 ദിവസം കഴിഞ്ഞിട്ടാണ് CBI ഈ ആഭ്യന്തര അഡീഷണൽ ചീഫ് സെക്രട്ടറി തന്നെ. അതായത് ലോറൻസ്, ഇതിനകത്ത് 2 കാര്യങ്ങളാണ് ഉയർന്നു വരുന്നത്. ഒന്ന് എന്നത് ഇപ്പോൾ ലോറൻസ് സൂചിപ്പിച്ചതുപോലെ സാധാരണഗതിയിൽ CBIയിലേക്ക് ഈ അന്വേഷണം കൈമാറുമ്പോൾ ഒരു സമഗ്ര അന്വേഷണമാണ്, ഒരു അപ്പലേറ്റ് അതോറിറ്റി എന്നൊക്കെ പറയുന്നത് പോലെ ഒരു സമഗ്ര അന്വേഷണത്തിനുള്ള ഒരു തുടർച്ചയ്ക്കാണ് പോലീസ് കൈമാറുന്നത്. സ്വാഭാവികമായും പ്രാഥമികമായ അന്വേഷണം സ്റ്റേറ്റിൻ്റെ പോലീസായിരിക്കും നിർവഹിക്കുക. അതുവരെ ഉണ്ടാകുന്ന തെളിവുകളൊക്കെ ഇപ്പോൾ നേരത്തെ പറഞ്ഞ ജനറൽ ഡ്യൂട്ടി രേഖകൾ അടക്കമുള്ളവ, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അടക്കമുള്ളവ, പ്രാഥമിക അന്വേഷണത്തിൽ ബോധ്യമായതും പൂർണ്ണമായതുമായ തെളിവുകളൊക്കെയാണ് കൈമാറേണ്ടത്. പക്ഷേ ഇങ്ങനെ കൈമാറിയ കാര്യങ്ങളിൽ സമഗ്രതയില്ല, 1. 2, ഈ തെളിവുകൾ സ്വാഭാവികമായി CBIക്ക് കൈമാറണമെന്ന നടപടിക്രമത്തിൽ വന്നിരിക്കുന്ന താമസം, അത് CBI കത്ത് ആവശ്യപ്പെട്ടിട്ട് മാത്രമാണ് സർക്കാർ അത് കൈമാറിയത്. അപ്പോൾ 2 കാര്യങ്ങളാണ്. 1, കൈമാറിയ രേഖകളിൽ സമഗ്രതയില്ല. 2, രേഖകൾ കൈമാറാൻ താമസിച്ചു. ഇതാണ് പ്രധാനമായും ഈ കത്തിൽ നിന്ന് നമുക്ക് കേരള വിഷൻ ലഭിച്ച കത്തിൽ നിന്നും വായിച്ചെടുക്കേണ്ടത്, CBIയുടെ കത്തിൽ നിന്നും വായിച്ചെടുക്കേണ്ടത്, അല്ലേ അജിംഷാ? നമ്മൾ അങ്ങനെയാണ് നമ്മൾ നമുക്ക് ഈ കത്തിൻ്റെ കോപ്പിയിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. കത്തിൽ 4-5 കാര്യങ്ങൾ CBI ചോദിച്ചിരിക്കുന്നു. CBI ചോദിച്ചിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ വ്യക്തമായി പറയുകയാണെങ്കിൽ ഞാനത് വായിക്കുക. അതായത് CBI ആവശ്യപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾ, CBI ആവശ്യപ്പെട്ട കാര്യങ്ങൾ ഇതാണ്. അതായത് ഞാനത് രേഖകളുടെ CBI 4 ചോദ്യങ്ങളാണ് ഉന്നയിച്ചത്. 1, രേഖകൾ വിജ്ഞാപനം അടക്കമുള്ള രേഖകൾ കേന്ദ്ര പേഴ്സണൽ മന്ത്രാലയ സെക്രട്ടറി കൈമാറിയോ, അങ്ങനെ കൈമാറിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കോപ്പി ഞങ്ങൾക്ക് കൈമാറിയിട്ടുണ്ടോ, ഞങ്ങൾക്ക് അയച്ചിട്ടുണ്ടോ? അന്നേ വരെ 26 വരെ കിട്ടിയിട്ടില്ല. അപ്പോൾ ഞങ്ങൾക്ക് അയച്ചിട്ടുണ്ടോ? ഇപ്പോൾ മുൻ ആഭ്യന്തരമന്ത്രി കൂടിയായ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ലോറൻസ്, ശ്രീ തിരുവഞ്ചൂർ, ഇപ്പോൾ CBIയുടേതായി പുറത്തു വന്നിരിക്കുന്ന കത്ത് കേരള വിഷൻ ലഭിച്ചിരിക്കുന്നു. ഇതിൽ നിന്നും വായിച്ചെടുക്കേണ്ടത് 2 കാര്യങ്ങളാണ് സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത്. അത് 1, കാലതാമസം വരുത്തി രേഖകൾ കൈമാറാൻ സിദ്ധാർത്ഥിൻ്റെ വിഷയത്തിൽ സർക്കാർ നിസ്സഹരിക്കുന്നു എന്ന് ഇന്നലെ പിതാവ് പരാതി പറയുകയും ചെയ്തു. ഈ പശ്ചാത്തലത്തിൽ ശ്രീ തിരുവഞ്ചൂർ, ഇതിലെ പ്രധാനപ്പെട്ട പ്രശ്നം അർത്ഥ മനസ്സോടു കൂടിയാണ് ഗവൺമെന്റിനെ അഭിമുഖീകരിക്കുന്നത് എന്നുള്ളതാണ്. ഈ കൊലപാതകം നടന്ന അതിന്റെ സാഹചര്യം ഉണ്ടായ ഈ കുട്ടിയെ ക്രൂരമായി മർദ്ദിച്ച് അങ്ങനത്തുള്ള അന്തരീക്ഷം ഉണ്ടാക്കിയതിൽ നിന്ന് പ്രതികളിൽ ആരെയോ രക്ഷിക്കുന്നതിന് വേണ്ടി ഇതിന്റെ ബന്ധപ്പെട്ട ആളുകൾ ശ്രമിക്കുന്നുണ്ട് എന്നുള്ള അനുമാനത്തിലാണ് സാധാരണക്കാരായ ജനങ്ങൾ. അവസാനം ഗവൺമെന്റിന് നടപടി എടുക്കാതിരിക്കാൻ നിവൃത്തിയില്ലാത്ത അർത്ഥം വന്നിട്ടാണ് അവർ CBIക്ക് കൈമാറിയത്. കൈമാറിയപ്പോൾ തന്നെ ലീഗലായിട്ടുള്ള ഇല്ലീഗലായിട്ടുള്ള നടപടികളാണ് അവരെടുത്തത്. സംസ്ഥാനത്തെ ഗവൺമെന്റ് ഒരു തീരുമാനമെടുത്താൽ ആ തീരുമാനം അറിയിക്കേണ്ടത് ഡൽഹി പോലീസ് ആക്ട് അനുസരിച്ചുള്ള CBIയെ നേരിട്ടാണ്. പക്ഷെ CBI അറിയിക്കുന്നതിന് പകരം
എറണാകുളത്തുള്ള റീജിയണൽ ഓഫീസിൽ ഒരു ക്ലർക്കിനെ അറിയിച്ച് ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് എന്നുള്ള ഒരു രൂപത്തിൽ അവർ നിൽക്കുകയാണ്. ഒരിക്കലും ശരിയായ നടപടിയല്ലത്. ഈ ക്രൂരമായ ഒരു നടപടിക്ക് കൂട്ടുപിടിക്കുന്നത് തുല്യമാണത്. അത് ചെയ്തത് ശരിയല്ല. ഇപ്പൊ CBI തന്നെ പറയുന്നു ഞങ്ങൾക്കത് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? ഗവൺമെന്റ് ഇത് വെച്ച് താമസിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഗവൺമെന്റ് താല്പര്യം ഇത് കൊല നടത്തുന്നതിനുള്ള സാഹചര്യം ഒരുക്കിയ ആളുകളോടൊപ്പമാണ്. ഈ സത്യം തെളിയിക്കുന്നതിന് വേണ്ടി ഗവൺമെന്റ് താല്പര്യപ്പെടുന്നില്ല. അതാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ക്രൂരമായ ഒരു നടപടിക്ക് കൂട്ടുനിൽക്കുന്ന ഗവൺമെന്റിന്റെ വളരെ വികൃതമായ മുഖമാണ് ഇതിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത്. CBIക്ക് നൽകിയ രേഖകളും സമഗ്രമല്ല എന്ന് ഇതുവഴി ബോധ്യമാകുന്നു. പിന്നീട് രേഖകൾ നൽകാൻ വൈകുകയും ചെയ്തു. ഈ രണ്ട് കാര്യങ്ങളും ഈ മനസ്സില്ലാ മനസ്സോടെ ചെയ്ത സർക്കാരിന്റെ പ്രവൃത്തിയുടെ പ്രതിഫലനമാണെന്നാണ് താങ്കൾ നിരീക്ഷിക്കുന്നത്. അത് തന്നെയാണ് യഥാർത്ഥത്തില്. കാരണം ഗവൺമെന്റ് അറിയില്ലേ ഒരു കേസ് CBIക്ക് വിടണമെന്ന് ഒരിക്കലും എവിടെയാ ഇത് കൊടുക്കേണ്ടതെന്ന് ഗവൺമെന്റ് അറിയില്ലേ? ഗവൺമെന്റ് എന്ന് പറയുന്നത് ഒരു സ്ഥാപനമല്ലേ. ഇതിന്റെ ആഭ്യന്തര വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ് യഥാർത്ഥത്തിൽ ഒന്നാം കുറ്റക്കാരൻ. കാരണം ക്യാബിനറ്റ് ഒരു തീരുമാനമെടുത്താൽ ആ തീരുമാനം അപ്പോൾ തന്നെ അറിയിക്കാനുള്ള ബാധ്യത അദ്ദേഹത്തിനാണ്. അതിനൊരു ഗവൺമെന്റ് ഓർഡർ ഇറക്കണം. ക്യാബിനറ്റ് എടുക്കുന്ന തീരുമാനം അന്ന് തന്നെ ഗവൺമെന്റ് ഓർഡർ ആക്കി ഇറക്കാൻ പറ്റും. അതെ, 10 ദിവസം കഴിഞ്ഞിട്ടാണ് പോയിരിക്കുന്നത് അല്ലേ? അതെ. അപ്പോൾ ഓർഡർ ഇറക്കി കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ഹോം സെക്രട്ടറിയാണ് അത് ഡൽഹിയിൽ അറിയിക്കേണ്ടത്. അത് ഹോം സെക്രട്ടറിക്ക് ഇതിനെ കുറിച്ച് കാര്യമായ വിവരമില്ല എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇപ്പൊ പുറത്തു വന്ന വാർത്തകൾ അനുസരിച്ച് അവിടെ സെക്ഷനിലെ ഒരു ക്ലർക്കാണ്, അല്ലെങ്കിൽ UD ക്ലർക്കാണ്, LD ക്ലർക്കാണ് എന്ന് പറയുന്നതിന്റെ അർത്ഥമുണ്ടോ? അത് വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറഞ്ഞ് സമയം കളയുന്നതിന് വേണ്ടി നടത്തുന്ന ഒരു പണിയാണ്. ഒരു കൊലപാതകത്തിനകത്ത് ഒരു പ്രധാനപ്പെട്ട ഗോൾഡൻ ടൈം ഉണ്ട്. പ്രതികളെ പിടിക്കുന്നതിന് വേണ്ടി സൗകര്യം ഒരുക്കുന്ന ഗോൾഡൻ ടൈം. ആ ടൈം ഇവർ തല്ലിക്കെടുത്തുകയാണ്. കാരണം കുറ്റക്കാരെ രക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള മനസ്സുണ്ട്. അതാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ശരി, വളരെ നന്ദി. ഈ ഘട്ടത്തിൽ പ്രതികരണങ്ങൾ പങ്കുവച്ചതിന് മുൻ ആഭ്യന്തരമന്ത്രിയും കോൺഗ്രസ് നേതാവുമായ തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് ഈ വിഷയത്തിൽ പ്രതികരിച്ചിരിക്കുന്നത്. സർക്കാരിൻ്റെ മനസ്സില്ലാ മനസ്സിൻ്റെ പ്രതിഫലനമാണ് ഇത്തരത്തിൽ CBIക്ക് കത്തയക്കേണ്ടി വന്നത്. ഇത് ക്രൂരമാണ്. സിദ്ധാർത്ഥിൻ്റെ അച്ഛൻ പറഞ്ഞ ആരോപണങ്ങളൊക്കെ ശരിവെക്കുന്നതാണ് ഇതിലൂടെ വായിച്ചെടുക്കേണ്ടത് എന്നും ശ്രീ തിരുവഞ്ചൂർ കേരള വിഷനോട് പ്രതികരിച്ചു. ലോറൻസിലേക്ക് തിരികെ എത്തിയാൽ, ലോറൻസ്, അതായത് വളരെ ഗൗരവമായൊരു സാഹചര്യമാണ് ഇതുവഴി സംജാതമായിരിക്കുന്നത്. ഒന്ന്, ഈ സർക്കാരിൻ്റെ ഇതിനോടുള്ള ഒരു നിരാസം, ഒരു പിൻവാങ്ങൽ നടപടി അത് പ്രതിഫലിക്കുന്നു എന്നുള്ളത്. രണ്ട്, മന്ത്രിസഭാ തീരുമാനങ്ങൾ അന്ന് തന്നെ ഓർഡറായി ഇറക്കുന്നതിന് പകരം 10 ദിവസം കഴിഞ്ഞിട്ടാണ് CBIക്ക് കത്തെഴുതിയിരിക്കുന്നത്. ഗുരുതരമായ വീഴ്ചകൾ പറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ്. സർക്കാർ ഇതേ സംബന്ധിച്ച് പറയുന്ന വേർഷൻ എന്താണ്? നേരത്തെ തിരുവഞ്ചൂർ സൂചിപ്പിച്ചു, അതൊരു LD ക്ലർക്കിൻ്റെ ഭാഗത്തുനിന്ന് വന്ന ചില പരാജയങ്ങളാണെന്നൊക്കെ വാദങ്ങളുണ്ട്. എന്താണ് സർക്കാർ ഇക്കാര്യത്തിൽ വിശദീകരിക്കുന്നത്, ലോറൻസ്? അജിംഷാദിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളെല്ലാവരും തന്നെ ഈ ദൃശ്യമാധ്യമങ്ങളിലൂടെ ഈ കാര്യത്തിൽ നമ്മൾ കണ്ട ഒരു കാര്യം, ഈ കഴിഞ്ഞ മാസം 9-ാം തീയതി സിദ്ധാർത്ഥൻ്റെ പിതാവ് മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ടും അദ്ദേഹം കുടുംബത്തോടൊപ്പം ചില ആളുകളും കൂടി ചേർന്ന് മുഖ്യമന്ത്രിക്ക് ഈ അദ്ദേഹത്തിൻ്റെ ക്ലിഫ് ഹൗസിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെത്തി, ക്ലിഫ് ഹൗസിലെ സെക്രട്ടറിയറ്റിലെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെത്തി ഈ കത്ത് കൈമാറി. ഈ കത്ത് കൈമാറി വളരെ പെട്ടെന്ന് തന്നെ മുഖ്യമന്ത്രി ഞാനത് ആ ദൃശ്യങ്ങൾ നമ്മൾ ടെലിവിഷൻ ചാനലിലൂടെ എല്ലാവരും കണ്ടതാണ്. മുഖ്യമന്ത്രി ആ കത്ത് കൈപ്പറ്റുകയും അത് സഗൗരവം വായിക്കുകയും അപ്പോൾ തന്നെ കുടുംബത്തിൻ്റെ ആവശ്യപ്രകാരം തീരുമാനമെടുക്കുകയും ചെയ്തു. മുഖ്യമന്ത്രി ഈ തീരുമാനം എടുത്തു. അന്ന് തന്നെ സർക്കാർ അതിൻ്റെ ആഭ്യന്തര വകുപ്പിൻ്റെ തലവൻ എന്നുള്ള രീതിയിൽ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉടനടി അതിനൊരു നടപടി ഉണ്ടായി. അതിൻ്റെ വിജ്ഞാപനം ഇറങ്ങി. ആ വിജ്ഞാപനത്തിൻ്റെ വെബ് കോപ്പി CBIയുടെ തിരുവനന്തപുരം യൂണിറ്റിന് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെന്നാണ് CBI പറയുന്നത്. പക്ഷേ ഇതിൻ്റെ അനുബന്ധ രേഖകൾ, അതായത് ഇതിൻ്റെ ഉള്ളടക്കം ഉൾപ്പെടെ, അതായത് പെർഫോമ റിപ്പോർട്ടും വിജ്ഞാപനം ഉൾപ്പെടെയുള്ള അനുബന്ധ രേഖകളുടെ ഹാർഡ് കോപ്പികൾ ഞങ്ങൾക്ക് വെബ് കോപ്പി മാത്രമാണ് കിട്ടിയിരിക്കുന്നത്. ഇതിൻ്റെ ഹാർഡ് കോപ്പികൾ കിട്ടിയിട്ടില്ല. ആ ഹാർഡ് കോപ്പികൾ നിങ്ങൾ കേന്ദ്ര പേഴ്സണൽ മന്ത്രാലയ സെക്രട്ടറിക്ക് അയച്ചിരുന്നോ? ആ കത്ത് ഈ പറയുന്ന രേഖകൾ കിട്ടിയതിന് ശേഷം മാത്രമേ പേഴ്സണൽ മന്ത്രാലയത്തിന് അത് പരിശോധിച്ചതിന് ശേഷം, ഈ വെബ് കോപ്പി മാത്രമല്ലല്ലോ പ്രഫോമ എന്ന് പറയുന്ന ഈ ഒരു കുറച്ചധികം രേഖകളുടെ ഒരു സഞ്ചയമാണ് ഈ പ്രഫോമ എന്ന് പറയുന്നത്. അതെല്ലാം കൂടി പരിശോധിച്ചതിന് ശേഷം കേന്ദ്ര പേഴ്സണൽ മന്ത്രാലയ സെക്രട്ടറിക്ക് അത് CBI ഡയറക്ടർ കൈമാറാൻ, അദ്ദേഹത്തിന് അതിൽ ഒപ്പുവെച്ച് ഇതിൽ തീരുമാനമെടുക്കാൻ പറഞ്ഞ് CBI ഡയറക്ടർക്ക് നിർദ്ദേശം നൽകേണ്ടത്. അപ്പോൾ അത് അവിടെ എത്തിയിട്ടില്ല. അത് അവിടെ എത്തിക്കഴിഞ്ഞാൽ മാത്രമേ പേഴ്സണൽ മന്ത്രാലയ സെക്രട്ടറിക്ക് CBI സ്പെഷ്യൽ ആക്ട് അനുസരിച്ച്, ഡൽഹി പോലീസ് ആക്ട് അനുസരിച്ച്
വെച്ചാണ് CBI രൂപീകരിച്ചിട്ടുള്ളത്. അപ്പോൾ CBI അപ്പോൾ സ്പെഷ്യൽ ആ ആക്ട് അനുസരിച്ച് ഒരു തീരുമാനം എടുക്കണമെങ്കിൽ ഈ കേന്ദ്ര പേഴ്സണൽ മന്ത്രാലയ സെക്രട്ടറിക്ക് ഈ കത്ത് കിട്ടണം. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ കത്ത് അദ്ദേഹം പരിശോധിച്ച് ഉചിതമായ ഉത്തരവുകൾ നൽകിയാണ്, ഉചിതമായ കുറിപ്പോട് കൂടിയാണ് അദ്ദേഹം അത് CBI ഡയറക്ടർക്ക് അയക്കുക. CBI ഡയറക്ടർ അത് പരിശോധിച്ചതിന് ശേഷമാണ് അന്വേഷണത്തിന് ഉത്തരവിടുക. ഇത് 9-ാം തീയതിയാണ് വിജ്ഞാപനം ഇറങ്ങുന്നത്. അതിനുശേഷം ഒരാഴ്ച കഴിഞ്ഞാണ് ആഭ്യന്തര അഡീഷണൽ ചീഫ് സെക്രട്ടറി തിരുവനന്തപുരം CBI യൂണിറ്റിന് കത്തെഴുതുന്നത്. അപ്പോഴും ബന്ധപ്പെട്ട രേഖകൾ ഡൽഹി ആസ്ഥാനത്തേക്ക് CBI ഡയറക്ടർക്കോ അല്ലെങ്കിൽ പേഴ്സണൽ മന്ത്രാലയത്തിനോ പോയിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിന് 10 ദിവസം കഴിഞ്ഞിട്ട് ഇത് നടന്നിട്ടില്ല. അപ്പോൾ 17 ദിവസം വിജ്ഞാപനം ഇറങ്ങിക്കഴിഞ്ഞ് 17 ദിവസം കഴിഞ്ഞിട്ടും 17 ദിവസം കഴിഞ്ഞിട്ട് ഇത് ഇല്ലാതെ വന്നപ്പോഴാണ് 26-ാം തീയതി ഈ CBIയുടെ തിരുവനന്തപുരം യൂണിറ്റ് ആഭ്യന്തര അഡീഷണൽ ചീഫ് സെക്രട്ടറിയെ ഈ കാര്യം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ കത്തെഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇത് പൊതുവായി ഉയരുന്ന ഒരു ആരോപണം, ഈ യഥാർത്ഥത്തിലുള്ള ഈ അന്വേഷണം FIRൻ്റെ വൈത്തിരി പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത FIR ഉൾപ്പെടെയുള്ള രേഖകൾ ഏറ്റെടുത്തതിന് ശേഷമാണ്. സാധാരണ CBIക്ക് FIR രജിസ്റ്റർ ചെയ്യാൻ കഴിയില്ല. സാധാരണ കേരള പോലീസ് രജിസ്റ്റർ ചെയ്യുന്ന FIRൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ അന്വേഷണം ഏറ്റെടുക്കുന്നത്. അതിൽ തുടർ നടപടികൾ ഉണ്ടാവുക അല്ലെങ്കിൽ കൂട്ടിച്ചേർക്കലുകൾ ഉണ്ടാവുകയാണ് സാധാരണ അതിൻ്റെ നടപടിക്രമം. അപ്പോൾ അത് ഈ അന്വേഷണം വൈകുന്നത് തെളിവ് നശിപ്പിക്കാനുള്ള ഒരു സാഹചര്യമാണ്, പ്രതികൾക്ക് രക്ഷപ്പെടാനുള്ള അവസരം ഒരുക്കുമെന്നുള്ള ഒരു ആരോപണമാണ് അന്ന് ഈ രക്ഷിതാവ്, അതായത് സിദ്ധാർത്ഥൻ്റെ പിതാവും അതുപോലെ തന്നെ ഈ കാര്യത്തിൽ വിശദമായ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് പൊതുസമൂഹം എല്ലാം തന്നെ ഉന്നയിച്ച ഒരാരോപണം അതായിരുന്നു. അത് ഏറെക്കുറെ ശരിവെക്കുന്ന രീതിയിലുള്ള ഒരു കാലതാമസം ഇപ്പോൾ ഉണ്ടായി എന്നുള്ളതാണ് നമ്മൾ CBIയുടെ ഈ കത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. CBI അങ്ങോട്ട് ആവശ്യപ്പെട്ടു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ കത്തിൽ നിങ്ങൾ അയച്ചില്ലെങ്കിൽ രേഖകൾ ഞങ്ങൾ കൈമാറൂ എന്ന് അവർ ആവശ്യപ്പെട്ടു എന്നുള്ള രീതിയിലുള്ള കത്തുകളാണ് ഇപ്പോൾ നമ്മൾ പുറത്തു വിട്ടിരിക്കുന്നത്. അജിം ഷാദ്. ശരി, ലോറൻസാണ് വിശദാംശങ്ങൾ നൽകിയത്. എന്തായാലും സിദ്ധാർത്ഥിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് CBI അന്വേഷണത്തോട് വിമുഖത കാട്ടുന്നു സർക്കാർ എന്ന പരാതിക്ക് അടിത്തറയിടുന്ന തരത്തിലുള്ള തെളിവുകളാണ് പുറത്തെത്തുന്നത്. CBI അയച്ച കത്തിൽ പറയുന്നത് വേണ്ട വിധമുള്ള മതിയായ രേഖകൾ സർക്കാർ കൈമാറിയിട്ടില്ല എന്നും സർക്കാർ അത്തരം രേഖകൾ കൈമാറാൻ കാലതാമസം വരുത്തിയെന്നുമാണ് ബോധ്യമാകുന്നത്. ഇതാണ് ലോറൻസ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇതിൻ്റെ വിശദാംശങ്ങൾ കൂടിയാണ് ലോറൻസ് നൽകുന്നത്.